Hi friends, Akkuz Info വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിലെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ആൻഡ് ആക്ടിവേഷൻ ആണ് നോക്കിയിരുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം. ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഇന്നത്തെ പാർട്ട് 2-ൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ ഡോക്യുമെൻറ്റ്സിനെ പറ്റിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു ഡോക്യുമെൻറ്റ്സ് വേർഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ഡോക്യുമെൻറ്റ് റീഡ് ചെയ്യാം, എങ്ങനെ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാം, ഈ കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സുകളുണ്ട്. ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് ട്യൂട്ടോറിയൽ ഉപയോഗിക്കാൻ പോകുന്നത് വേർഡ് 2019 ആണ്. നമ്മൾ ഇൻസ്റ്റാളേഷൻ ആക്ടിവേഷൻ വീഡിയോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2013 ഉപയോഗിച്ചായിരുന്നു ഇൻസ്റ്റാളേഷൻ്റെ ആക്ടിവേഷൻ ചെയ്തിരുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഞാൻ 2013 ഉപയോഗിച്ചത്. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ട്യൂട്ടോറിയലിൽ ഉപയോഗിക്കുന്നത് വേർഡ് 2019 ആണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ സാധാരണ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് വേർഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം, ലോഞ്ച് ചെയ്തതിന് ശേഷം എങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് ബ്രൗസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അതിനുള്ള ഓപ്ഷനുകൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വേർഡ് 2019 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സ്ക്രീനാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ ഈ സൈഡിൽ നമുക്ക് ഒരുപാട് ടാബുകൾ കാണാൻ പറ്റും. ഹോം, ന്യൂ, ഓപ്പൺ, താഴെ അക്കൗണ്ട്, ഫീഡ്ബാക്ക്, ഓപ്ഷൻ, ഇത്രയും ടാബുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് ഹോം ടാബിലാണ്. ഹോം ടാബിൽ നമ്മൾ മുകളിൽ ഈ കാണുന്നത് ടെംപ്ലേറ്റ്സുകളാണ്. അത് പുതിയ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടെംപ്ലേറ്റ്സുകൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി നോക്കാം. അടുത്ത ടാബ് ന്യൂ എന്നുള്ള ടാബും പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഹോം ടാബിൽ നമുക്ക് റീസെൻ്റ് എന്ന് പറഞ്ഞിട്ടും പിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടാബുകൾ കാണാൻ പറ്റും. ഇതെന്താണെന്ന് നോക്കാം. നമ്മൾ റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഈ റീസെൻ്റ് എന്നുള്ള ടാബിൽ ഇവിടെ ലിസ്റ്റ് ചെയ്യും. അതേപോലെ നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻ്റ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഏരിയയിൽ ലിസ്റ്റ് ചെയ്യും. നമുക്ക് എങ്ങനെയാണ് ഒരു ഡോക്യുമെൻറ്റ് പിൻ ചെയ്യാൻ നോക്കാം. നമുക്ക് റീസെൻറ്റിൽ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു പിന്നിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പിൻഡായി. നമുക്കിനി പിൻ എന്നുള്ള ലിസ്റ്റിൽ ഈ ഡോക്യുമെൻ്റ് കാണാൻ പറ്റും. അൺപിൻ ചെയ്യണമെങ്കിൽ സെയിം പ്രോസസ്സ്. ഇവിടെ പോയിട്ട് ഇവിടെ ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അൺപിന്നായി. അതല്ലാതെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പിൻ ടു ലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പിൻ ചെയ്യാം. നമുക്ക് പുതിയ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ. ഒന്നുകിൽ ഇവിടെ കാണുന്ന ഈ മോർ ഡോക്യുമെൻറ്റ്സിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ എന്നുള്ള ടാബിലേക്ക് പോകും. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഓപ്പൺ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് വ്യൂ കിട്ടും. ഇത് ഓപ്പൺ എന്നുള്ള ടാബിൻ്റെ ബാക്ക് വ്യൂ ആണ്. ഇതിൽ നമുക്ക് റീസെൻറ്റ് എന്നുള്ളൊരു ഭാഗം കാണാൻ പറ്റും. ഈ റീസെൻറ്റിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിൻ ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. പിന്നെ അടുത്തത് ഫോൾഡേഴ്സ് എന്നുള്ള ഒരു ടാബ് കാണാൻ പറ്റും. ഫോൾഡേഴ്സിൽ നമ്മൾ റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഏത് ഫോൾഡേഴ്സിലുള്ളതെന്ന് വെച്ചാൽ അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തത്. റീസെൻ്റായിട്ട് ആക്സസ് ചെയ്ത ഫോൾഡേഴ്സുകൾ. ഈ ഫോൾഡേഴ്സുകൾ നമുക്ക് ഡോക്യുമെൻറ്റ് പിൻ ചെയ്ത പോലെ തന്നെ പിൻ ചെയ്ത് വെക്കാൻ പറ്റും.
ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ്. അടുത്തത് നമുക്ക് വൺ ഡ്രൈവ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ക്ലൗഡ് വഴി ഷെയർ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ, നെറ്റ്വർക്ക് വഴി ഷെയർ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, ഇത്തരം ഡോക്യുമെൻറ്റുകളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൺ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് ദിസ് പി സി ആണ്. ദിസ് പി സിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോകണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ പോകാം. നമുക്ക് ഡിഫറെൻറ്റ് ഫോൾഡേഴ്സിലും ഡ്രൈവിലും ഒക്കെ പോകാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ ഈസി ആയിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാൻ ബ്രൗസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ആഡ് എ പ്ലേസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് നമുക്ക് ക്ലൗഡിൽ നമ്മുടെ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്ലേസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അടുത്താണ് ബ്രൗസ്. നമ്മളൊരു ഡോക്യുമെൻറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഇതാണ്. ബ്രൗസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. ബ്രൗസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഡയലോഗ് ബോക്സിൽ നമുക്ക് ഇവിടെ നാവിഗേറ്റ് ചെയ്യാനുള്ള നാവിഗേഷൻ പാനാണിത്. ഇവിടെ നമുക്ക് എവിടെയാണ് നമ്മൾ ഡോക്യുമെൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നാവിഗേറ്റ് ചെയ്ത് പോയി അവിടെ നിന്ന് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഡോക്യുമെൻ്റ് ഡെസ്ക്ടോപ്പിലാണുള്ളത്. നമ്മളിവിടെ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ഡെസ്ക്ടോപ്പിലെ ഫോൾഡേഴ്സുകളൊക്കെ ലിസ്റ്റ് ചെയ്യും. നമ്മുടെ ഡോക്യുമെൻ്റ് ഇപ്പോൾ ഉള്ളത് വേർഡ് ട്യൂട്ടോറിയൽ എന്നുള്ള ഫോൾഡറിലാണ്. അതിൽ സാമ്പിൾ 1ൻ്റെ മുകളിൽ ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സാമ്പിൾ 1 സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളൊരു ഡോക്യുമെൻ്റ് വേർഡ് ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിന്ന് ബ്രൗസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് റീഡിംഗ് ഓപ്ഷനുകളെ കുറിച്ച് നോക്കാം. നമ്മളൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നത് ഈ ഒരു ലേഔട്ടിലായിരിക്കും. ഇതിനെ നമ്മൾ പ്രിൻ്റ് ലേഔട്ട് എന്നാണ് വിളിക്കുന്നത്. പ്രിൻ്റ് ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്റ് ഒരു പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലേഔട്ടിലായിരിക്കും നമുക്ക് ഈ ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്ത് കിട്ടുക. നമ്മൾ ഡോക്യുമെൻ്റ് എഡിറ്റിങ്ങിന് ഈ ഒരു ലേഔട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ലേഔട്ടിലാണ് നമ്മൾ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു നാവിഗേഷൻ സ്ക്രോൾ ബാർ കാണാൻ പറ്റും. നമുക്ക് അടുത്ത പേജിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകണമെങ്കിൽ മൗസ് ബട്ടൺ അതിന് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലേക്കും പ്രീവിയസ് പേജിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. നമുക്കതേപോലെ സ്ക്രീനിൻ്റെ അടിയിൽ സ്റ്റാറ്റസ് ബാർ കാണാൻ പറ്റും. സ്റ്റാറ്റസ് ബാറിൽ ടോട്ടൽ എത്ര പേജ് ഉണ്ട്, നമ്മളിപ്പോൾ എത്രാമത്തെ പേജിലാണുള്ളത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളിവിടെ കാണിക്കുന്നത് പേജ് 1 of 8 എന്നാണ്. ടോട്ടൽ 8 പേജുള്ള ഒരു ഡോക്യുമെൻ്റാണിത്. ഇതിൽ നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് പേജിലാണ്. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽസ്, എത്ര വേർഡ്സ് ഉണ്ട്, നമ്മൾ ഏത് ലാംഗ്വേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ കാണാൻ പറ്റും. ഈ സ്റ്റാറ്റസ് ബാറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു സൂമിങ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡോക്യുമെൻ്റ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ചും കൂടി വലിയ അക്ഷരങ്ങൾ കുറച്ചും കൂടി വലുതായി കാണണമെങ്കിൽ നമുക്കിവിടെ സൂം ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് ബട്ടൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ആവും. അതല്ലെങ്കിൽ ഇവിടെ സൂം സ്ലൈഡർ ഉണ്ട്. ഈ സ്ലൈഡറിൻ്റെ മുകളിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ടത് പ്രിൻ്റ് ലേഔട്ടാണ്. പക്ഷേ നമുക്കൊരു ഡോക്യുമെൻ്റ് റീഡ് ചെയ്യാൻ, കണ്ടൻറ്റ് റീഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത് റീഡ് മോഡാണ്. നമ്മളെങ്ങനെ റീഡ് മോഡ് എടുക്കാമെന്ന് നോക്കാം. നമ്മൾ കാണുന്ന വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വ്യൂ റിബൺ ഓപ്പൺ ആയിട്ട് വരും. വ്യൂ റിബണിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഡിഫറെൻറ്റ് വ്യൂസിനെ പറ്റി കാണാൻ പറ്റും. ഇതിൽ റീഡ് മോഡ്, പ്രിൻ്റ് ലേഔട്ട്, വെബ് ലേഔട്ട്, ഈ 3 ലേഔട്ടുകളാണുള്ളത്. ഇതിൽ നമ്മൾ പ്രിൻ്റ് ലേഔട്ടാണ് ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ളത്. നമ്മളത് മാറ്റി റീഡ് മോഡ് കൊടുക്കുക. റീഡ് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻ്റ് റീഡിംഗ് മോഡിലേക്ക് മാറി വന്നു. നമുക്കിവിടെ ഡോക്യുമെൻ്റ് റീഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പേപ്പർ ലേഔട്ടിലാണ്
ഈ റീഡ് മോഡ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്കിത് നമ്മൾ പേപ്പർ ലേഔട്ടുകളായിട്ട് ഇത് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് കണ്ടന്റ് റീഡ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. നമുക്ക് പേപ്പർ ലേഔട്ട് മാറ്റി കോളം ലേഔട്ടിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ വീണ്ടും വ്യൂസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു ലേഔട്ട് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ പേപ്പർ ലേഔട്ടാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. അത് മാറ്റി കോളം ലേഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട്, കുറച്ചും കൂടി വലുതായിട്ട്, സ്ക്രീൻ ഫുള്ളായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇത് നെക്സ്റ്റ് പേജ് പോകണമെങ്കിൽ ഇവിടെ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രീവിയസ് പേജ് പോകണമെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കീബോർഡിലുള്ള ഏറോ ബട്ടൺസും ഉപയോഗിക്കാം. ഇനി നമുക്ക് തിരിച്ച് ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യണം, നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ തിരിച്ച് പ്രിൻ്റ് ലേഔട്ടിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വ്യൂസിൽ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തിരിച്ച് പ്രിൻ്റ് ലേഔട്ടിലേക്ക് പോകും. ഇനി നമുക്ക് വെബ് ലേഔട്ട് എന്താണെന്ന് നോക്കാം. വെബ് ലേഔട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂവിൽ പോകാം. വ്യൂവിൽ വെബ് ലേഔട്ട് സെലക്ട് ചെയ്യും. വെബ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻ്റ് വെബ്സൈറ്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ അത് എങ്ങനെ വെബ്സൈറ്റിൽ എങ്ങനെ കാണും, എങ്ങനെയാണ് അത് ലേഔട്ട് ചെയ്തിരിക്കുകയാണ്, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലേഔട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് വേറെ 2 ലേഔട്ടും കൂടെ ഇവിടെ കാണാൻ പറ്റും. ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ്. ഇത് ടെക്സ്റ്റ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള 2 ലേഔട്ടുകളാണ്. നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. നമുക്ക് ഈ വെബ് ലേഔട്ടിൽ നിന്ന് പ്രിൻ്റ് ലേഔട്ടിലേക്ക് സ്വിച്ച് ചെയ്യണം, അല്ലെങ്കിൽ റീഡ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അല്ലാതെ താഴെ ഈ ഒരു ഏരിയയിൽ സൂം സ്ലൈഡറിൻ്റെ അടുത്തായിട്ട് 3 ഷോർട്ട് കട്ടുകൾ കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മളുള്ളത് വെബ് ലേഔട്ടിലാണ്. ഈ പ്രിൻ്റ് ലേഔട്ടിനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ലേഔട്ടിലേക്ക് സ്വിച്ച് ആവും. അത് മാറ്റി നമുക്ക് റീഡ് മോഡിലേക്ക് മാറണമെങ്കിൽ ഇവിടെ റീഡ് മോഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് മോഡിലേക്ക് മാറും. ഇതൊരു ഷോർട്ട് കട്ട് പോലെയാണ്. നമ്മൾ വ്യൂസ് പോയി അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടുകളാണ് ഇത്. അതിന് നമുക്ക് ഡോക്യുമെൻ്റ് അങ്ങനെ ക്ലോസ് ചെയ്യാൻ നോക്കാം. ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ചേഞ്ചസ് വല്ലതും വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ചേഞ്ചസ് സേവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. സേവ് ഇഫ് ഡു യു വാണ്ട് ടു സേവ് ഓർ നോട്ട് എന്നുള്ള. ക്ലോസ്. ഇപ്പോൾ നമുക്ക് സേവ് ചെയ്യണോ സേവ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഡയലോഗ് ബോക്സ് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ വരുത്തിയ ചേഞ്ചസ് സേവ് ആവണമെങ്കിൽ സേവ് കൊടുക്കാം, വേണ്ടെങ്കിൽ ഡോണ്ട് സേവ് എടുക്കാം. അതല്ല നമുക്ക് ഇത് ഇപ്പോൾ ക്ലോസ് ചെയ്യേണ്ട, നമുക്ക് കുറച്ചും കൂടെ നമ്മൾ എഡിറ്റിംഗ് നടത്താനുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുക്കാം. നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ക്ലോസ് വിത്തൗട്ട് സേവിങ്. ഇപ്പോൾ ഡോക്യുമെൻറ്റ് ക്ലോസ് ആകും. ഡോക്യുമെൻറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു ബ്ലാങ്ക് സ്ക്രീൻ വരും. നമ്മൾ ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ അടുത്ത ഡോക്യുമെൻറ്റ്സ് ആണ് വരിക. ഇപ്പോൾ ഈ ബ്ലാങ്ക് സ്ക്രീനിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. ഈ ഡോക്യുമെൻ്റ് ക്രിയേഷനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നമ്മൾ ഇതുവരെ നോക്കിയത് കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ അത് റീഡ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, പിന്നെ അത് ക്ലോസ് ചെയ്യുന്ന കാര്യം, ബാക്കിയുള്ള ഡീറ്റെയിൽസുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.